പുരോഹിതനായിട്ട് 35 വർഷങ്ങളായി. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ പാദമുറപ്പിച്ചും ബലപ്പെടുത്തിയും നിരന്തരം പ്രചോദിപ്പിച്ചും എന്നെ ശക്തിപ്പെടുത്തിയും മുന്നോട്ട് നയിക്കുന്നത് ദിവ്യകാരുണ്യ ശക്തിയാണ്. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം എന്നുള്ളത് ഞാൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ എൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെയും ആധാരമായി എടുത്തിരിക്കുന്ന കാര്യം കൂടിയാണ്. പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രമേ എനിക്ക് ദിവ്യകാരുണ്യത്തിനെ കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. കാരണം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എത്ര വിലപ്പെട്ടതും അമൂല്യവുമാണ്, അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക മത വിശ്വാസികളെ സംബന്ധിച്ച്, ക്രൈസ്തവർ എല്ലാവർക്കും അങ്ങനെ ഒരു പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭക്തിയോ വിശ്വാസമോ ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. മാത്രമല്ല, പരിശുദ്ധ കുർബാന എങ്ങനെയാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്, നമ്മളെ ഉപരിപൂർണതയിലേക്ക് നയിക്കുന്നത്, നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് അവസരം ഒരുക്കിയ ശാലോമിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. എൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ, എൻ്റെ വീട് മലബാറിൽ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട എടത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പേരാവൂരിന് ഇരട്ടിക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണത്. ഞാൻ ജനിച്ച കാലത്ത്, ഞാൻ വളർന്ന കാലത്ത് പെരുമുന്നയായിരുന്നു എൻ്റെ ഇടവക. ഇപ്പോൾ എടത്തൊട്ടി സെൻറ്റ് വിൻസെൻസ് ഇടവകയിലാണ് ഞാൻ അംഗമായിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഞാൻ 1989 പട്ടം സ്വീകരിച്ചത്. അപ്പോൾ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് ഞാൻ 3 കിലോമീറ്ററിനടുത്ത്, ഒരു അല്പം കുറവുണ്ട്, 3 കിലോമീറ്റർ അടുത്ത് അകലമുള്ള എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇടവക പള്ളിയിലേക്ക് എൻ്റെ അമ്മ എല്ലാ ദിവസവും എന്നെ എൻ്റെ ചേട്ടനെയും അതിരാവിലെ കൊണ്ടുപോകുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണമൊക്കെ നേരത്തെ ഒരുക്കി വെച്ച് ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി 3 കിലോമീറ്റർ നടന്ന്, അന്നത്തെ കാലത്ത് നല്ല തണുപ്പുണ്ട്, കോടമഞ്ഞ് ഉണ്ടാകുന്ന സമയമുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ചെരുപ്പൊന്നും സ്വന്തമായിട്ട് കുട്ടികളിടുന്ന കാലമാണ്. 1965, 66, 67, 68 കാലഘട്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഞങ്ങളെ, എൻ്റെ ജ്യേഷ്ഠനെയും അതിരാവിലെ എഴുന്നേൽപ്പിച്ച് കട്ടൻ കാപ്പിയൊക്കെ തന്ന് ഞങ്ങൾ 3 പേരും കൂടെ പോകും. അമ്മ എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അന്നത്തെ കാലത്ത് കുർബാന സുറിയാനി കുർബാനയാണ്. അതിലൊരു സംഭവമാണ് ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അമ്മ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു പോരുന്ന വഴിക്ക് അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാചകം വന്നു. അമ്മയുടെ കൂട്ടുകാരി കുട്ടിയമ്മ എന്ന് പറയും, കുട്ടിയമ്മ ചേച്ചിയുടെ ഒരു മകൻ അവിടെ കുർബാനയ്ക്ക് കൂടുന്നുണ്ട്, അൽത്താര ബാലനായി. സുറിയാനി കുർബാനയാണ്. ഞങ്ങളത് കൊച്ചു കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് വാചകം ഇതാണ്: ആ കുട്ടിയമ്മയുടെ മകൻ അവിടെ നിന്ന് കുർബാനയ്ക്ക് കൂടുമ്പോൾ കുട്ടിയമ്മയുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്. അത് പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടിയില്ല. അതിപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും അതിനുള്ള ഭാഗ്യം കിട്ടുമോ ആവോ. അതെൻ്റെ ഉള്ളിൽ തറച്ചു. എനിക്കിപ്പോഴും ആ സ്വരം കേൾക്കാം. ഞാനിപ്പോൾ നിങ്ങളോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം നമ്മളെ ഓരോ ജീവിതാന്തസ്സിലേക്കുള്ള വിളിക്കുമ്പോൾ ദൈവം ചില വ്യക്തികളിലൂടെ ഇതുപോലുള്ള ദൈവിക സ്വരം മുഴക്കും. അമ്മ അന്ന് പറഞ്ഞ വാചകം അത് അമ്മയുടെ മനസ്സിലുള്ളത് മാത്രമല്ല, ദൈവം അമ്മയിലൂടെ പറയിപ്പിച്ചാണെന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പൗരോഹിത്യം എന്തെന്ന് അറിഞ്ഞുകൂടാ. കുർബാനയ്ക്ക് കൂടുന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നിരിക്കാം, എനിക്കിപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അന്ന് 6-7 വയസ്സ് കാണുമായിരിക്കും. ഏതായത് വർഷമാണ് ഞാൻ കൃത്യം ഓർക്കുന്നത്, 65 ശേഷമാണെന്ന് എനിക്കറിയാം. ഏതായിരുന്നാലും 71 എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം 1974 എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വിൻസെൻസിന് ആശ്രമം വരുന്നു. അവിടെയുള്ള അന്നത്തെ ഇൻചാർജായിരിക്കുന്ന, സുപ്പീരിയറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മരിച്ചുപോയി അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, വർഗീസ് ചക്കുങ്കലച്ചൻ, വിൻസെന്റ് സഭാംഗം, എടത്തൊട്ടി ആശ്രമം തുടങ്ങിയ അതിൻ്റെ തുടക്കക്കാരൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തനായി വന്നിരിക്കുന്ന ഒരു അൽമായനോട് ഞാൻ ചോദിച്ചു, ആരാണ് കുർബാനയ്ക്ക് കൂടുന്നത്? എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ചോദിച്ചത്, എനിക്ക് ഓർമ്മയില്ല. എന്നോട് പറഞ്ഞു, നീയാ കൂടേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് കൂടണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് മുതൽ 1974 ഈ ആശ്രമ പള്ളി വെഞ്ചരിച്ച അന്ന് മുതൽ
1977 ജൂൺ 7 ഞാൻ സെമിനാരിൽ ചേരുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഈ എടത്തൊട്ടി പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുകയും അൾത്താര ബാലനാവുകയും അതിൽ 3 ദിവസം പനി പിടിച്ച് കിടപ്പിലായത് ഒഴിവാക്കി ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ അതിരാവിലെ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കും. ഞാനും എൻ്റെ ചാച്ചനും എൻ്റെ സഹോദരങ്ങളും, എൻ്റെ ഇളയ 4 സഹോദരങ്ങൾ പെങ്ങന്മാർ, അവരെല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ആ ആശ്രമ ദേവാലയം വരുന്നതിന് മുൻപ് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഞങ്ങളുടെ വീട്ടുകാർ മുഴുവനും ഈ 3 കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് നടന്നു പോകും. വാഹന സൗകര്യമൊന്നുമില്ല, ഒരു മണ്ണ് റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നതുകൊണ്ട് ചാച്ചനും അമ്മച്ചിയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു ഞായറാഴ്ച ഒരു കുർബാന മുടക്കാൻ ഇടവന്നിട്ടില്ല, അനുവദിക്കുകയില്ല. അത് ഞങ്ങളോട് ആരോടും ചാച്ചനും അമ്മച്ചിയും പറയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഒരു ട്രാക്കിലായി അത്. ചാച്ചനും അമ്മച്ചിക്കും ഇക്കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ആ സ്വഭാവം വന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ള പദം ഇപ്പോഴും വീടിൻ്റെ തൊട്ടുമുറ്റത്താണ് പള്ളി, ഇടവകയിലും വന്നിരിക്കുന്നത്. അനുദിന ബലിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോഴേ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ട് എന്നെ കേൾക്കുന്നവരോട് പറയുന്ന ഒരു കാര്യം, കുഞ്ഞുനാളിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിശീലനം കൊടുക്കാനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ അതിരാവിലെ എഴുന്നേൽപ്പിച്ച് വിടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ മക്കളെ നല്ല ദൈവമക്കളായി, അൽമായരായിരിക്കാം, സന്യാസികളായിരിക്കാം, അല്ലെങ്കിൽ പൗരോഹിതരായിരിക്കാം, അവരുടെ ജീവിതാന്തസ്സിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ടുള്ള അടിത്തറ നിങ്ങൾ പണിയേണ്ടത് അവരുടെ ശൈശവത്തിലാണ്, അവരുടെ ബാല്യകാലത്താണ്, അവരുടെ കൗമാരത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അവർക്ക് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നീട് ഞാൻ 1977 സെമിനാരിൽ ചേർന്നതിന് ശേഷം എനിക്ക് ഒത്തിരി തവണ ക്രൈസിസുകൾ പലതും വന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ കടന്നു. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വൈദികനായിട്ട് 35 വർഷമായിട്ട് എൻ്റെ പുരോഹിതനാനുള്ള തീരുമാനം തെറ്റിപ്പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, 100% ഞാൻ എൻ്റെ പൗരോഹിത്യത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അന്ന് മാത്രമല്ല, കുർബാന അർപ്പിക്കുക, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃത ആത്മീയ ജീവിതം നയിക്കുക, കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ദിവികാരൻ്റെ ആരാധന നടത്തുക, അതെൻ്റെ ഒരു ലഹരിയായിട്ട് മാറി. അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും അടയാളങ്ങളും ദൈവാനുഭവങ്ങളും ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ദമ്പതിമാരോട് പറയാനുള്ളത്, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൻ്റെ അടിത്തറ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കെട്ടിക്കൊടുത്താൽ അവർ ദൈവം എങ്ങോട്ടാണ് വിളിക്കുന്നത്, ഏത് ജീവിതാവസ്ഥയിലേക്ക് വിളിക്കുന്നത്, അതിന് പ്രത്യുത്തരം കൊടുക്കാൻ, ദൈവത്തോട് സഹകരിക്കാൻ, ദൈവദാസനാകാൻ പറ്റും. സാമുവേൽ പ്രവാചകൻ ഏലി പുരോഹിതന്റെ അടുക്കൽ ആ കൂടെ താമസിക്കുന്ന അവസരത്തിൽ ദൈവം വിളിച്ച വിളി കേൾക്കാനും പ്രത്യുത്തരം കൊടുക്കാനും എങ്ങനെ അവന് സാധിച്ചു? അവിടെയുള്ള ആദ്യത്തെ സാവൂള്, ദാവീദ്, അതുപോലെ സോളം തുടങ്ങിയ രാജാക്കന്മാരെയൊക്കെ അഭിഷേകം ചെയ്യാൻ അധികാരവും അഭിഷേകവും വരവും കിട്ടിയ ഈ സാമുവേൽ എന്ന് പറയുന്ന ആ പ്രവാചകൻ പുരോഹിതൻ എങ്ങനെ ഉയർന്നു വന്നു? അമ്മ അവനെ 3-ാം വയസ്സ് കൊണ്ട് ഈ ദൈവാലയത്തിൽ ഏൽപ്പിച്ചു. അവൻ ഈ ദൈവാലയ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഏലി പുരോഹിതന്റെ പൗരോഹിത്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണ് ദൈവ വിളിയുടെ സ്വരം കേൾക്കാനും പ്രത്യുത്തരം കൊടുക്കാനും പറ്റിയത്. നമുക്ക് നമ്മുടെ മക്കളെ, ഈ അടുത്ത തലമുറയിൽ വരാൻ പോകുന്ന ഒത്തിരി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന അതും പ്രത്യേകിച്ച് കുർബാന സംബന്ധമായിട്ടുള്ള വലിയ തർക്കവിതർക്കങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുവതലമുറ കുർബാനയിൽ നിന്നും അതുപോലെ വചനത്തിലേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകട്ടെ എൻ്റെ ഷെയറിങ്ങിലൂടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു പുരോഹിതനോ കന്യാസ്ത്രീക്കോ ഒരൽമായനോ വിശ്വാസത്തിൽ വ്യതിചലനമോ അധപതനമോ പരാജയം ഉണ്ടാവില്ലെന്ന് തീർച്ചയാണ്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, അൾത്താരയിൽ
അപ്പമായി തീരുന്ന ഗുരുനാഥന് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. 1989 ഞാൻ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഉടനെ പോപ്പുലർ മിഷൻ ധ്യാനത്തിനായിട്ട് പോയി. അതിനു മുമ്പ് തന്നെ 1986 മുതൽ റീജൻസി കാലം മുതൽ ഞാൻ പോട്ട ധ്യാന കേന്ദ്രത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നാക്യംബ്രസിലെ പനക്കരസിൻ്റെ ഒക്കെ കൂടെ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. അപ്പം അച്ഛനാതിന് മുമ്പ് തന്നെ 50 ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോകാൻ അവസരം കിട്ടി. എല്ലായിടത്തും ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ പരിശുദ്ധ കുർബാനയിൽ ഉള്ള ജനങ്ങളുടെ ആ പങ്കാളിത്തം ഈ ധ്യാനം വഴി വർദ്ധിക്കുന്നുണ്ടായിരുന്നു. 1987 മുതൽ പോട്ട മിനിസ്ട്രി കൂടുതൽ വ്യാപകമായിട്ട് വളർന്നു വന്ന ആ കാലഘട്ടം മുതൽ കൂടുതൽ പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. 1989 പട്ടം കിട്ടുന്നു. ഞാനൊരു 6 മാസത്തേക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ സഹായിക്കാൻ പോയതിനു ശേഷം പിന്നീട് ഞാനൊരു ഇടവകയിൽ 6 മാസം വികാരിയായിട്ട് എറണാകുളം അതിരൂപതയിലെ ഇടവകയിൽ ഒരു 6 മാസം വികാരിയായിട്ടിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത ജനങ്ങളെന്നോട് പറഞ്ഞത്, പള്ളിയിൽ 10-30 പേര് കുർബാനയ്ക്ക് വന്നിരുന്ന സ്ഥലത്ത് അച്ഛൻ്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും പള്ളി നിറച്ച ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് കാരണം ഞാൻ എല്ലാ ദിവസവും മരിച്ചവരുടെ കുർബാന ചൊല്ലേണ്ട, ഞായറാഴ്ച ഒഴികെ ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. അതുപോലെ ആൾക്കാർ കുർബാനയ്ക്ക് കാശേൽപ്പിക്കുന്നു ഈ മരിച്ചവരുടെ കുർബാനയല്ലേ. അപ്പോൾ എൻ്റെ അവസാനത്തെ ആ പാട്ടുകളും എല്ലാം കൂടെ മനോഹരമായിട്ട് വരുമ്പോൾ അവർക്ക് അത്രമാത്രം കുർബാനയോട് ആകർഷണം തോന്നി. ഇപ്പോഴും അതിൽ പലരും എന്നോട് ആ കാര്യം പറയാറുണ്ട്. നന്നായിട്ട് ബലിയർപ്പിക്കുമ്പോൾ വിശ്വാസികൾക്ക് അത് വലിയൊരു അനുഭവമാണ്, അത് അനുഗ്രഹത്തിന് കാരണമാണ്. മാത്രമല്ല പുരോഹിതന്റെ അഭിഷേകം വർദ്ധിക്കുന്നത് ആ ബലിയർപ്പണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ്. ബലിയർപ്പണത്തിൽ കൃത്യമായിട്ട് വചനം പങ്കുവെക്കണം. കാരണം കത്തോലിക്ക സഭയുടെ മതബോധകരിൽ 103-ലും 104-ലും സഭ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സഭ എക്കാലവും പരിശുദ്ധ കുർബാന എന്നതുപോലെ അതേ ആദരവോടെയാണ് വചനത്തെയും സമീപിക്കുന്നത്. തിരുവചനത്തിൻ്റെയും യേശുവിൻ്റെ ശരീരത്തിൻ്റെയും ഒരേ മേശയിൽ നിന്ന് നിരന്തരമായി ശക്തി ഒഴുക്കി കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ സഭ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിനെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 104-ാം നമ്പറിൽ CCCയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയും, പിതാവായി തന്റെ മക്കളെ വചനത്തിലൂടെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ബലിവേദിയിൽ നിന്ന് വചനവും കൂടെ ഒഴുകി ചെല്ലണം. അത് ചെറിയ സമയത്തേക്കാണെങ്കിലും അത് എല്ലാ ദിവസവും അവർക്കുള്ള ആത്മീയ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണം, അതുപോലെ വചനം പങ്കുവെപ്പ്, ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുള്ള പ്രാർത്ഥന. എൻ്റെ വചന ശുശ്രൂഷ മേഖലകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യം, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നിയോഗം വെച്ച് ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്ക് ആ അന്നത്തെ ശുശ്രൂഷ വലിയ അഭിഷേകമുള്ളതായിട്ട് മാറുന്നു. എന്നോടൊരു അച്ഛൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് ഒരുങ്ങി പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭിഷേകത്തോടെ കുർബാനയുടെ മുമ്പിൽ 1 മണിക്കൂർ ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും കരുണക്കൊന്തി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും മറ്റു ചില പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും അത് കഴിഞ്ഞ് അച്ഛൻ സ്റ്റേജിൽ കയറുമ്പോഴേക്ക് അച്ഛന് വലിയ അഭിഷേകം ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് കാരണം പരിശുദ്ധ കുർബാനയിൽ സജീവമായി ഉള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം മാത്രമല്ല, നമ്മൾ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഏത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം ഈശോ തന്നെ ഇറങ്ങുമെന്ന് തരും. അപ്പോൾ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് 35 വർഷം ഞാൻ ധ്യാന കേന്ദ്രങ്ങളാണ്. പോട്ടയിൽ 6 വർഷം, 11 വർഷം ബോംബെയിൽ, 3 വർഷം ഡൽഹിയിൽ, പിന്നെ 8 വർഷം ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, പിന്നെ ഒരു 2 വർഷം അമേരിക്കയിൽ ടാമ്പ ധ്യാന കേന്ദ്രത്തിൽ ഫ്ലോറിഡയിൽ, പിന്നീട് പോട്ടെ ആശ്രമത്തിൽ, വീണ്ടിപ്പം ബോംബെ താബർ ധ്യാന കേന്ദ്രത്തിൽ. എല്ലായിടത്തും എനിക്ക് ശുശ്രൂഷയുടെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ശക്തി ഞാൻ പരിശുദ്ധ കുർബാനയിലാണ് കാണുന്നത്. മാത്രമല്ല ഈ കുർബാന അർപ്പിക്കാൻ കിട്ടിയ ഭാഗ്യം, അതിനോടൊപ്പം വചനം പ്രഘോഷിക്കാൻ കിട്ടിയ ഭാഗ്യം, അത് എത്രയോ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പൗരോഹിത്യത്തോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്, ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്നതും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമാണ്. ഞാൻ
കോട്ടയിൽ ഈ ശുശ്രൂഷ തുടങ്ങുന്ന കാലത്താണ് ഈ ഓരോ പാട്ടുകൾക്കും ഹല്ലേലൂയ ചേർത്ത് പാട്ട് പാടി തുടങ്ങി. അങ്ങനെ ഞാൻ കുറെ പാട്ടുകളൊക്കെ എഴുതി. ദിവ്യകാരുണ്യ ആരാധനയുടെ പാട്ടുകളും കുർബാനയുടെ പ്രാരംഭ ഗാനങ്ങളും ദിവ്യകാരുണ്യ സ്വീകരണ സമയത്തെ പാട്ടുകളും മാതാവിനെ കുറിച്ചുള്ള പാട്ടുകളും അതുപോലെ വചനാധിഷ്ഠമായ 150ഓളം പാട്ടുകൾ 10 ആൽബങ്ങളായിട്ട് ഞാൻ എഴുതി ഇറക്കി, കുറഞ്ഞ് ട്യൂൺ ചെയ്തു. അങ്ങനെയൊക്കെ ഇറക്കിയപ്പോൾ എല്ലാം തന്നെ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ഒന്ന് ബലി അർപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രചോദനങ്ങൾ, അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പിരുന്ന ഒരുക്ക സമയത്ത് കിട്ടുന്ന പ്രചോദനങ്ങൾ, അതിൽ നിന്നാണ് ഈ പാട്ടുകൾക്ക് എഴുതാനിട വന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഈശോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധ കുർബാന ആരാധന നടത്തുന്ന അവസരത്തിൽ എൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ രോഗശാന്തി ഉണ്ടാകുന്നു, എന്താണ് സംഭവിക്കുന്നത്, അത്ഭുതകരമായ രോഗശാന്തികൾ അനവധി കുർബാന അർപ്പിക്കുന്ന സമയത്തും കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്തും വചനം പ്രഘോഷിക്കുന്ന സമയത്തും സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്ന സമയത്തും സംഭവിക്കുന്നു. അതിന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് ജ്ഞാനം 16:12 മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്നുള്ള വചനവും സങ്കീർത്തനം 107